പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മുൻപിൽ നമ്മളെ രക്ഷിക്കാനുള്ളവൻ കടന്നു വന്നിരിക്കുന്ന നിമിഷമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നമ്മൾ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒന്ന് രക്ഷപ്പെടണം. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യവും അതുതന്നെയാണ്. എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഈ പ്രതിസന്ധി ഒന്ന് മാറും. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന്. ഈശോയുടെ അടുത്ത് വന്നവരും ഈശോയുടെ കൂടെ നടന്നവരും ഈശോയെ തേടിയെത്തിയവരും എല്ലാവരും ആവശ്യപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നപ്പോഴും ഒത്തിരിയേറെ വേദനകൾ വന്നപ്പോഴും സഹനങ്ങളുണ്ടായപ്പോഴും നമ്മൾ നിലവിളിച്ചത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കുടുംബത്തിൽ കടബാധ്യതകൾ കടന്നു വന്നപ്പോൾ, കുടുംബം ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ, തീരാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ കരഞ്ഞപ്പോൾ, ക്യാൻസറിൻ്റെ നടുവിൽ, മാരകമായ അസുഖങ്ങളുടെ നടുവിൽ ഓരോ ദിവസവും പേടിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യവും ഇത് തന്നെയാണ്. കർത്താവേ, എങ്ങനെ രക്ഷപ്പെടും? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം അത് തന്നെയാണ്. പഠിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഈ പരീക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? വിദേശത്ത് പോയി എങ്ങനെ രക്ഷപ്പെടും? വിദേശത്ത് പോകുന്നവരും വിദേശത്തായിരിക്കുന്നവരും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. എങ്ങനെ രക്ഷപ്പെടും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കടന്നു വരുമ്പോൾ നമ്മൾ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനിയും പ്രാർത്ഥിക്കുക ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തരുന്നൊരു വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം. വളരെ ശക്തിയുള്ളൊരു വചനം അത്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം. വചനം ഇങ്ങനെയാണത് പറയുക: മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്കായി രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വചനം ഒന്നും കൂടി അച്ഛൻ പറയാം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്കായി രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് രക്ഷയ്ക്കായി നൽകിയിട്ടുള്ള നാമം യേശുവിൻ്റെ നാമമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഒത്തിരിയേറെ തിന്മയുടെ ചൂഷണത്തിൻ്റെ നടുവിൽ തേങ്ങി തേങ്ങി കരയുമ്പോൾ, ജീവിതം ഉദ്ദേശിച്ച പോലെ നടക്കാതിരിക്കുമ്പോൾ, കടബാധ്യതകൾ പെരുകുമ്പോൾ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഒത്തിരിയേറെ കടന്നു വരുമ്പോൾ നീ ചിന്തിക്കണം, രക്ഷപ്പെടാൻ ഈ ലോകത്ത് ഒരേ ഒരു നാമമുള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് സകലവിധ മനുഷ്യരും രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലുതാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് വലുതാണ്. വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, പ്രാർത്ഥിച്ച് മടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പ്രാർത്ഥിച്ച് മടുക്കരുത്. ദൈവം നിന്നിൽ നിന്നും കുറച്ചും കൂടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നീ മടുക്കാൻ പാടില്ല. ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ബുദ്ധിമുട്ടുകൾ
ഞാൻ മനസ്സൊരുക്കി ദൈവത്തെ വിളിക്കുന്നുണ്ടാകാം. ദൈവം നിന്നിൽ നിന്നും കുറച്ചും കൂടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചേ മതിയാകൂ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് വെച്ചു കൊടുക്കാം. സകല ലോകത്തെയും നിയന്ത്രിക്കുന്ന കാരുണ്യവാനായ കർത്താവ് നമ്മുടെ മുൻപിലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ എന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനം മനസ്സിലിരുത്തി എപ്പോഴും ചിന്തിച്ചുകൊള്ളണം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല എന്ന് തമ്പുരാൻ പറയുക. യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം വായിക്കുന്നത് എങ്ങനെയാ? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് തരുന്ന പ്രോമിസുകളാണ് ഇതൊക്കെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാം. നമ്മുടെ കുടുംബത്തെ തന്നെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ കരഞ്ഞപ്പോഴും വേദനിച്ചപ്പോഴും സങ്കടപ്പെട്ടപ്പോഴും എൻ്റെ ദൈവം മാത്രമേ ഇതുവരെ എനിക്ക് കൂട്ടുണ്ടായിട്ടുള്ളൂ. ഇനിയും എൻ്റെ ജീവിതത്തിൽ കൂട്ടായി അവൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ ഇത്രയും വരെ എത്തി നിൽക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം നടത്തിയ വഴികൾ. ജീവിതത്തിൽ ഈ നിമിഷം വരെ തമ്പുരാന്റെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം എന്നെ നടത്തിയ വഴികൾ. കരഞ്ഞപ്പോ, തളർന്നപ്പോ, വേദനിച്ചപ്പോ, ആക്സിഡന്റ് ഉണ്ടായപ്പോ, രോഗങ്ങൾ വന്നപ്പോ, പ്രശ്നങ്ങൾ വന്നപ്പോ, സങ്കടങ്ങളുടെ നടുവില്, മരുഭൂമികളുടെ നടുവില് ഞാൻ ഏകനായി തീർന്നപ്പോ ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ആ ദൈവം ഇനിയും എന്നെ വഴി നടത്തും. വിശ്വസിക്ക്. ജീവിതത്തിലെ ക്ലേശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നടുവിലുണ്ട്, മുൻപിലുണ്ട്, പിൻപിലുണ്ട്, സൈഡിലുണ്ട്, എല്ലായിടത്തുണ്ട്. പക്ഷെ നിന്റെ കൂടെ ദൈവമുണ്ട്. നിന്റെ ചുറ്റും നിൽക്കുന്ന 100 പ്രശ്നങ്ങളെക്കാളും നീ ഫോക്കസ് ചെയ്യേണ്ടത് നിന്റെ കൂടെയായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. നിന്റെ ചുറ്റിനും 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിന്റെ ഫോക്കസ് പോകേണ്ടത് നിന്റെ ജീവിതത്തിലുള്ള ദൈവത്തിലാണ്. നീ നിന്റെ ദൈവത്തെ നോക്ക്. അവനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചെന്ന ബൈബിളിൽ പറയുക. അവനെ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അവർ നോക്കിയത് അവരുടെ രോഗത്തിലല്ല, യേശുവില. അവനെ നോക്കിയവരും അവനെ തൊട്ടവരും അവൻ്റെ മുൻപിൽ ആവേശത്തോടെ ആഗ്രഹത്തോടെ കടന്നു വന്നവരും ഒക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അവർ നോക്കിയത്, അവർ തേടിയത് അവരുടെ പ്രശ്നങ്ങളല്ല, ദൈവത്തെയാ. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ നീ തേടിയാൽ, ദൈവത്തെ നീ അറിഞ്ഞാൽ, ദൈവത്തെ നീ ചേർത്ത് പിടിച്ചാൽ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും, അഭിഷേകം ഉണ്ടാകും. നീ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അകന്നു പോകും. അതുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞേ, അവനെ നോക്കിയവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. അവനെ നോക്കിയവരാ സൗഖ്യം പ്രാപിച്ചേ. നമ്മളെന്താ ചെയ്യുന്നേ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെന്താ ചെയ്യുന്നേ? എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണം, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. നീ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുക. ദൈവമേ, എൻ്റെ കൊച്ച്, എൻ്റെ കുടുംബം എല്ലാം സമർപ്പിക്കുക. നിൻ്റെ പദ്ധതി എന്താ? നടക്കട്ടെ. നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യണേ. ഫോക്കസ് ചെയ്യരുത്. നിന്റെ രോഗം നീ ഫോക്കസ് ചെയ്യരുത്. നീ ദൈവത്തെ ഫോക്കസ് ചെയ്യും. കാരണം നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും വലിയവനായ കർത്താവാ. 1 യോഹന്നാന്റെ 4:4 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാ, നിന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ.
നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ വേദനകൾ, നിൻ്റെ പ്രയാസങ്ങൾ, കടബാധ്യതകൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോടും പറയാത്ത നിൻ്റെ വിഷമങ്ങൾ, ഇതിനേക്കാളുമൊക്കെ വലിയ തമ്പുരാനാ നിന്നിലുള്ളത്. ആ തമ്പുരാൻ അസാധ്യമായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് മക്കളെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ടൊന്നും കൊടുക്ക്. ജീവിതത്തെ സമർപ്പിക്കുക. നമുക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് നാദാ സമർപ്പിക്കുന്നു എന്ന ഗാനത്തിൻ്റെ ഈരടികളൊന്ന് പാടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഒന്ന് ഓർത്ത്, കർത്താവേ, എനിക്കുള്ളതെല്ലാം നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുക. ഞങ്ങളുടെ ഈ സമർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കുള്ള എല്ലാത്തിനെയും ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ഏറ്റവും വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പാടാൻ നാദാ സമർപ്പിക്കുന്നു. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാദാ, നീ കൈക്കൊള്ളണേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്നെ നീ പൂർണ്ണമായിട്ടും കൈക്കൊള്ളണേ എന്ന് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പാടി പ്രാർത്ഥിക്കാം. നാദാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടി. നാദാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. കന്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിച്ചു. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാ. തന്നാലും നാഥ ആത്മാവിനെ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് സഭയെ നയിക്കുന്നത്, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവ. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിറയുവാൻ, മക്കളിൽ നിറയുവാൻ, ഒത്തിരിയേറെ പൈശാചിക ബന്ധനങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുക. എവിടെ തിരിഞ്ഞാലും പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എവിടെ തിരിഞ്ഞാലും. ഇന്ന് നമുക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പൈശാചികതകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അകന്നു പോകുക. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുക. നമ്മുടെ മക്കളെ മുഴുവൻ, നമ്മുടെ കുടുംബത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച്, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി ഏറ്റവും വിശ്വാസത്തോടെ യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഈ നിമിഷം നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ, നിത്യസഹായകനേ. ഒരിക്കൽ കൂടി തന്നാലും നാദാ, തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവൻ
നമുക്ക് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാം മറന്ന് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അകന്നു പോകാൻ വേണ്ടി അച്ഛൻ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, രക്ഷപ്പെടുത്തുന്ന നാമം യേശുവിൻ്റെ നാമ. നിന്റെ പ്രശ്നങ്ങളെ നീ നോക്കണ്ട, നിന്റെ രോഗങ്ങളെ നീ നോക്കണ്ട, നിന്റെ കുടുംബത്തെ നീ നോക്കണ്ട. നീ ദൈവത്തെ നോക്ക്, ഈ ദിവ്യകാരുണ്യത്തെ നോക്ക്. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നീ കാണ്. അപ്പോൾ നിന്റെ പ്രശ്നത്തിന് ഉത്തരം ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ദൈവം കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ത് പ്രശ്നമാണ് നമുക്ക് വരാൻ പോണേ? ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ? ദൈവമുണ്ട്, ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്, ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്, നിന്റെ മുൻപിലുണ്ട്. ദൈവത്തെ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാം മറന്ന് അവിടുത്തെ നാമം വിളിക്കാൻ പോവാ. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, രക്ഷപ്പെടുത്തുന്ന നാമം, കൃപകൾ ഒഴുകുന്ന നാമം, അഭിഷേകം നൽകുന്ന നാമം, ബന്ധനങ്ങൾ അഴിക്കുന്ന നാമം, കെട്ടുകൾ പൊട്ടിക്കുന്ന നാമം, അത് യേശുവിൻ്റെ നാമ. ആ നാമം വിളിച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, എല്ലാം മറന്ന് ഉയർത്തിപ്പിടിക്കുക. അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾ ആരും മറ്റുള്ളവരെ നോക്കണ്ട, ദൈവത്തെ മാത്രം നോക്ക്. ഈ ദിവ്യകാരുണ്യത്തെ നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഈ ദിവ്യകാരുണ്യത്തെ. നിങ്ങളെല്ലാവരും ഈ ദിവ്യകാരുണ്യത്തെ നോക്ക്. നിന്റെ പ്രശ്നങ്ങൾ ഈ നിമിഷം ഒന്ന് ഓർക്ക്. അച്ഛൻ പറയണ പോലെ ചെയ്യ്. നിന്റെ പ്രശ്നങ്ങൾ ഈ ദിവ്യകാരുണ്യത്തെ നീ നോക്കിക്കൊണ്ട് ഓർക്ക്. ചിലപ്പോൾ നിന്റെ രോഗമായിരിക്കാം, കടബാധിതയായിരിക്കാം, നിന്റെ പ്രശ്നങ്ങളായിരിക്കാം, നിന്റെ തടസ്സമായിരിക്കാം, നീ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം, നിന്റെ കല്യാണമായിരിക്കാം, നിന്റെ കൊച്ചിൻ്റെ കാര്യമായിരിക്കാം. ദൈവത്തെ നോക്കിക്കൊണ്ട് നീ അത് പറ. ദൈവത്തിന് മുമ്പിൽ പറ. നീ കണ്ണടക്കി, എന്നിട്ട് കണ്ണടക്കി, ഒരു നിമിഷം ഒന്ന് കണ്ണടക്കി. എല്ലാ മക്കളും കണ്ണടക്കി. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിന്റെ മനസ്സിൽ മാത്രം, പുറത്തേക്ക് ശബ്ദമൊന്നും കേൾക്കണ്ട, നിന്റെ മനസ്സിൽ മാത്രം നീ യേശുവിൻ്റെ നാമം വിളിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മനസ്സിൽ മാത്രം, പുറമെ ആരും കേൾക്കണ്ട, പുറമെ ആരും കേൾക്കണ്ട, നീ മാത്രം കേട്ടാൽ മതി. നിന്റെ മനസ്സിൽ, നിന്റെ ജീവിതത്തിൽ നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ നിന്റെ ശരീരത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ നാമം വിളിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ, ആകുലതകൾ, ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷൻ, പൈശാചിക ശക്തികൾ ഒക്കെ നിന്റെ ശരീരത്തിൽ നിന്നകന്നു പോകും. യേശുനാമം വിളിക്ക്, മനസ്സിലെത്തി വിളിക്ക്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. വേറെ ഒന്നും നീ ചിന്തിക്കണ്ട, മനസ്സിൽ മാത്രം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ അപേക്ഷകളോ നിയോഗങ്ങളോ ഒന്നും 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 നീ ഓർക്കണ്ട. നീ മനസ്സിൽ യേശുവേ 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 നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. എത്രമാത്രം വിളിക്കാൻ പറ്റുമോ അത്രമാത്രം വിളിക്കുക. ദൈവത്തിൻ്റെ കൃപ വരും, ആ നാമത്തിൻ്റെ ശക്തി വരും നിന്റെ ജീവിതത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവരാധന. കരങ്ങൾ ഉയർത്തി തന്നെ കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. ഈ ദിവ്യകാരുണ്യത്തെ നോക്ക്. നമ്മളെല്ലാം മറന്നൊന്ന് വിളിക്കാൻ പോവാ, ദൈവത്തെ വിളിക്കാൻ പോവാ. ചങ്ക് പൊട്ടി തമ്പുരാനെ സ്തുതിക്കാൻ പോവാ, യേശുവിനെ വിളിക്കാൻ പോവാ. അവന് മുമ്പിൽ സ്തുതിച്ചവരും നിലവിളിച്ചവരും കരഞ്ഞവരും എല്ലാവരും സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചവർ അവൻ്റെ അഭിഷേകത്തിന് ഒത്തിരിയേറെ കാരണഭൂതരായിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ എല്ലാം മറന്ന് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ എല്ലാ മക്കളും യേശുവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കടന്നു വരണേ കർത്താവേ, ഈ മക്കളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ലാമ ശബ്ദാനി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശിരസ്സ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കാൻ പോവാ. വാവാ യേശുനാഥ എന്ന ഗാനത്തിന് ഈരടിയായിരിക്കും നമ്മൾ പാടുക. ആ പാടുന്ന പാട്ടിൻ്റെ വരികളോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വാ. നമ്മൾ വിളിക്കുന്നതാ, വാ വാ യേശുനാഥ എൻ്റെ ജീവിതത്തിലേക്ക് വാ, എൻ്റെ കുടുംബത്തിലേക്ക് വാ, എൻ്റെ സങ്കടത്തിലേക്ക് വാ. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് രോഗങ്ങൾ മൂലം വലയുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്.
നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. അവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി. നമ്മുടെ കുടുംബത്തിൽ, നിങ്ങൾക്ക് തന്നെ ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരിലൊക്കെ ചില രോഗങ്ങൾ, ചില അലർജികൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുക. ഈ നിമിഷം ദൈവത്തിൻ്റെ മുമ്പിൽ ആ മക്കളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഇത്. നിങ്ങളുടെ ആരുടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലായിരിക്കണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കായിരിക്കും, ആർക്കെങ്കിലും അങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി അവരെ ഒന്ന് ഓർക്ക്. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഒന്ന് ഏറ്റി ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, എൻ്റെ ഈ രോഗം, ഞാൻ ഓർക്കുന്ന വ്യക്തിയുടെ ഈ രോഗം നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ആ രോഗം ഒന്ന് ഓർത്തെ, നിന്റെ പ്രശ്നം, നിന്റെ രോഗം ഒന്ന് ഓർക്ക്. നീ ഒത്തിരി നാളായിട്ട് വേദനിക്കുന്ന ആ വേദന നിന്റെ ഓർക്ക്. നിന്റെ അലർജി, നിന്റെ കണ്ണിൻ്റെ അല്ലെങ്കിൽ നിന്റെ കാതിൻ്റെ, നിന്റെ ശരീരത്തിൻ്റെ, ശ്വാസകോശത്തിൻ്റെ, ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് ഓർക്ക്. നിന്റെ കരങ്ങൾ ഉയർത്തി നീ ഓർക്കുക. വ്യക്തിയെ, നിന്റെ കൊച്ചിൻ്റെ വിവാഹം കൊച്ചിൻ്റെ മക്കളുണ്ടാകാത്തതിൻ്റെ തടസ്സം, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ നീ കൊടുക്കുക കർത്താവിൻ്റെ മുമ്പിൽ. ആ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാം മറന്ന് ആ രോഗം ബാധിച്ച ആ വ്യക്തിയെ, നിന്റെ രോഗം ബാധിച്ച അവയവത്തെ തമ്പുരാൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്ത് ദൈവമേ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണിന് കാഴ്ച കൊടുത്തതുപോലെ അന്ധന് കാഴ്ച കൊടുത്തതുപോലെ കാഴ്ച കൊടുക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബിദിനെ കേൾവി കൊടുത്തതുപോലെ കേൾവി കൊടുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ രണ്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. വിശ്വാസത്തോടെ യേശുനാഥ, ഈശോയേ എൻ്റെ ദൈവമേ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. നമ്മൾ ഈ നിമിഷം രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ ഹൃദയത്തോട് തടസ്സങ്ങൾ മൂലം വലയുന്ന മക്കളെയാണ് ഈ നിമിഷം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒത്തിരി മക്കളിൽ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ, വിവാഹത്തിന് തടസ്സം നേരിടുന്നവരുണ്ട്, ജോലിക്ക് തടസ്സം നേരിടുന്നവരുണ്ട്, വിദേശത്ത് പോകാൻ തടസ്സം നേരിടുന്നവരുണ്ട്, ഒരു ബിസിനസ് ഇറങ്ങിയാൽ എപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, വീട് പണിയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, കുടുംബത്തിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, ബിസിനസ്സിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സം നേരിടുന്നവരുണ്ട്. ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ നീ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക. ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ആ തടസ്സം സമർപ്പിക്കുക. നിന്റെ കൊച്ചിൻ്റെ കല്യാണമായിരിക്കാം, നിന്റെ കുടുംബത്തിൻ്റെ കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ പ്രോപ്പർട്ടി വിറ്റുപോകാനുള്ള തടസ്സമായിരിക്കാം. നീ പ്രാർത്ഥിക്കുന്ന കാര്യം നീ ആ നിലവിളിയോടെ കർത്താവിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുക. കരങ്ങൾ നീട്ടി നീ ഏൽപ്പിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവമേ, എൻ്റെ തടസ്സം ഇതാ, എൻ്റെ മോൻ്റെ തടസ്സം ഇതാ. നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. നീ അത് കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ എല്ലാം മറന്നിട്ട് നീ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ശക്തിയുണ്ട്. കാരണം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? എല്ലാം കൈവിട്ടിട്ട് ദൈവം മാത്രമേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അതൊരു അടിയറവ് പറയില്ല. ദൈവമേ, നീ മാത്രമേ ഉള്ളൂ എനിക്ക്, അതുകൊണ്ടാണ് സമർപ്പിക്കണേ. എൻ്റെ തടസ്സം ഇതാ. നിന്റെ തടസ്സം ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ, നിന്റെ മക്കളുടെ തടസ്സം, ചിലപ്പോൾ ബിസിനസ്സിലെ, ജോലിയിലെ എല്ലാ തടസ്സങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. ആ തടസ്സങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ തമ്പുരാനെ
എൻ്റെ തടസ്സത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ തടസ്സം മാറ്റാൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ തടസ്സത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവമേ നീ വന്ന് നിറഞ്ഞാൽ ആ തടസ്സം മാറും എന്ന ഉറപ്പോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും ഓർത്ത് ഇരുകരങ്ങളും നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി ആ തടസ്സത്തിലേക്ക് ദൈവത്തെ വിളിച്ച്, ഈശോയെ വിളിച്ച് ഈ നിമിഷം ഏറ്റവും വിശ്വാസത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശുനാഥ സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ. വിശ്വാസത്തോടെ പാടിയേ. യേശുനാഥ യേശുവേ ഹൃദയം തേടിയിടും സ്നേഹമേ നീ നമുക്ക് ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം ഓർക്ക്. ഇനി നിങ്ങൾക്ക് സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കേണ്ട നിമിഷമാണ്. നിൻ്റെ ആവശ്യം, നിൻ്റെ സങ്കടം, നിൻ്റെ ബുദ്ധിമുട്ട്, നിൻ്റെ വേദന, നീ ആരോടും പറയാത്ത നിൻ്റെ നൊമ്പരം, നീ വേദനിപ്പിക്കപ്പെട്ട നിമിഷങ്ങൾ, ചതിക്കപ്പെട്ട നിമിഷങ്ങൾ, നിൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ, ആകുലതകൾ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുക. ദൈവത്തോട് പറയ് നിൻ്റെ സങ്കടം. ഈശോയെ, ഞാൻ പറ്റിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒത്തിരിയേറെ ദുരാനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കൂട്ടുകാർ എന്നെ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, എൻ്റെ വീട്ടുകാർ എന്നെ പരിഹസിച്ച നിമിഷങ്ങൾ, അതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളാണ്, നിൻ്റെ മനസ്സിൻ്റെ വേദനയാണ്. അതൊക്കെ നീ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക. എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കണം, ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിലില്ല. ഈ ലോകത്തെ ഇങ്ങനെ കൊണ്ടു നടക്കണ തമ്പുരാന് നിൻ്റെ ഈ പ്രശ്നം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കണം. നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എത്രയോ മക്കളുടെ കല്യാണം ദൈവം നടത്തണോ? നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം മാത്രം ദൈവത്തിനൊരു പ്രശ്നമാണോ? അല്ല. എത്രയോ രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരിക്കുന്ന ഉറപ്പുള്ള എത്ര വ്യക്തികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കണോ? നിൻ്റെ ഈ രോഗം ദൈവത്തിന് അത്ര വലിയൊരു കാര്യമാണോ? അല്ല. അത് തിരിച്ചറിയാതെയോ? നിൻ്റെ കടബാധ്യത, എത്രയോ പേരെ ദൈവം കടബാധ്യതയിൽ നിന്ന് രക്ഷിച്ചുകണം, വഴികൾ തുറന്നു കൊടുത്തുകണം. നിൻ്റെ കടബാധ്യത ദൈവത്തിനൊരു പ്രശ്നമാണോ? അല്ല. നീ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നൊരു കാര്യം ചിന്തിച്ചോ. ഒരു വീട് പണിയായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യമായിരിക്കാം. നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ നിൻ്റെ വീട് പണിയാൻ, നിൻ്റെ കാര്യം നടക്കാൻ. ഇത്ര മക്കൾക്ക് ഇത്രയും വീടുകൾ പണിയാൻ അവസരം കൊടുത്തിട്ട് ദൈവത്തിന് നിൻ്റെ വീട് പണി ഇത്ര വലിയൊരു പ്രശ്നമാണോ? അല്ല. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അതാ വചനം പറയണേ, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ദൈവം തരും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ദൈവം തരും. അത് എത്ര വലിയ കാര്യമാണെങ്കിലും തരും. നീ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ലാസർ മരിച്ചവനാ. ദൈവം വിളിച്ചപ്പോൾ ലാസർ വന്നു ജീവിതത്തിലേക്ക്. മരണത്തിൽ നിന്ന് അവൻ ജീവിതത്തിലേക്ക് വന്നേ. തളർവാദ രോഗി, നമുക്കറിയാം, സ്ട്രോക്ക് വന്ന് നമ്മൾ തളർന്നു പോയത്. എത്രയോ പേര് അനക്കമില്ലാതെ ജീവിക്കുന്നുണ്ട്. തളർവാദ രോഗി അതുപോലൊരു രോഗിയാണ്, പക്ഷെ അവൻ നടന്നു പോയി എന്ന് പറയണേ ജീവിതത്തിലേക്ക്. നിൻ്റെ ജീവിതത്തിൻ്റെ രോഗമായിക്കോട്ടെ, തടസ്സമായിക്കോട്ടെ, ബുദ്ധിമുട്ടായിരിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ദൈവം വിചാരിച്ച തീരാവുന്നതേ ഉള്ളൂ നിനക്ക്. നീ ആ ദൈവത്തിന് മുമ്പിൽ കൊടുക്കത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയായിരിക്കാം. വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഒരു കുഞ്ഞ്, കർത്താവേ എൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടണം, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഇത്രയും മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ദൈവത്തിന് നിൻ്റെ ഒരു കുഞ്ഞിനെ തരാൻ ബുദ്ധിമുട്ടാണോ? അല്ലെന്നേ, അല്ല. നിൻ്റെ കൊച്ചിൻ്റെ ജോലി,
ദൈവത്തിന് സാധ്യമാണേ. ദൈവം തരും എന്ന് പറഞ്ഞാൽ തരും, നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും നടത്തും. മക്കളെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നിൻ്റെ മനസ്സിൻ്റെ സംഘർഷങ്ങളും, നിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ രോദനങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്ത് കർത്താവേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ എല്ലാ മക്കളും ഈശോയെ ജീവിതത്തിലേക്ക് വിളിച്ച്, നിൻ്റെ പ്രശ്നങ്ങൾ ഓർത്തിട്ട് ഈശോയെ വിളിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശുനാഥ വാവാ സ്നേഹനാഥ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ യേശുനാഥ വാവാ സ്നേഹനാഥ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ, നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമേൽ അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ദൈവം നമ്മുടെ അടുത്ത് വരും. സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നത് എങ്ങനെയാ? നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നീ വിളിച്ചാൽ മതി, ദൈവം വരും. മകളെല്ലാവരും 2 കരങ്ങൾ ഉയർത്തി. നിന്റെ പ്രശ്നങ്ങളിലേക്ക് നീ നോക്കണ്ട, നീ ദൈവത്തെ നോക്ക്. അവനെ വിളിക്ക്, എല്ലാം മറന്ന് വിളിക്ക്. അപ്പോൾ നിന്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടും. ദൈവം ഉണ്ടെങ്കിൽ നിന്റെ പ്രശ്നം മാറിപ്പോവും. ദൈവമുള്ളിടത്ത് ഏത് പ്രശ്നം നിൽക്കണേ? എല്ലാം സാധ്യമുള്ളൊരു ദൈവത്തിൻ്റെ മുമ്പിൽ ഏത് പ്രശ്നം നിൽക്കണേ? ഒരു പ്രശ്നം നിൽക്കാൻ പറ്റില്ല. കാരണം കർത്താവ് അങ്ങനത്തെ ഒരു കർത്താവാണ്. എന്തിനും പോകുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാ മക്കളും 2 കരങ്ങൾ ഉയർത്തി ദൈവനാമം വിളിച്ച് എല്ലാം മറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒത്തിരി മക്കളിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ നിമിഷം, കേട്ടോ. ഒത്തിരി മക്കളുടെ കണ്ണീര് ദൈവം കാണുന്നുണ്ട്, ദൈവം തുടയ്ക്കുന്നുണ്ട് ഈ നിമിഷം. അച്ഛനത് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി മക്കളെ ദൈവം തൊടുന്ന അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കുളിർത്തന്നൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളിൽ ചിലർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവം തൊടുന്ന അനുഭവങ്ങൾ ഈ നിമിഷം ഉണ്ടാവുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലരുടെയും വ്യക്തി ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളും ഇതിനിടയിലുണ്ട്. ദൈവം തൊടുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഒരു കുളിർത്തന്നൽ പോലെ, ഒരു തണുത്ത മരവിച്ചൊരവസ്ഥ പോലെ ദൈവം തൊടുന്നൊരു അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങാം. എല്ലാം മറന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വിശദീകരിക്കാൻ കടന്നു വരണേ എന്ന്. എല്ലാം മറന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെയൊക്കെ എല്ലാം മറന്ന് കർത്താവെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തെ തൊടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തെ വിശദീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്കെല്ലാം മറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്തിൽ
സ്നേഹത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. അവിടുത്തെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കാം. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ കർത്താവേ. ഇവിടെ രോഗങ്ങൾ, വേദനകൾ, ആകുലതകൾ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. ഈ മക്കളുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കൊടുക്കണേ കർത്താവേ. ഇവരുടെ ജീവിതത്തെ, ഇവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ കർത്താവേ. അപേക്ഷകളാൽ നിന്റെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് താണു വണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്